ഹായ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഇന്നലെ നടന്ന ഒരു ആക്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങാം. ലക്ഷ്മി ചെയ്ത ഒരു മോശം പ്രവൃത്തിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എപ്പിസോഡിലും കണ്ടിട്ടുണ്ടാവും. ഒനിയിൽ മസ്താനിയെ കയറി പിടിച്ചു, അതും മോശമായ ഇന്റൻഷനോട് കൂടിയാണ് പിടിച്ചത് എന്ന് ലക്ഷ്മി വാദിക്കുകയാണ്. ലക്ഷ്മി അവിടെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഒനിയിലുമായിട്ട് വാക്തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഭയങ്കരമായ പ്രശ്നമാക്കി മാറ്റാനായിട്ട്, ഇതൊരു കണ്ടന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലക്ഷ്മി ഓങ്ങി വെച്ചിട്ടുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് മസ്താനി ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഒനിയിൽ അപ്പം തന്നെ സോറി പറയുന്നുണ്ട്. അതായത് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലൂടെ എക്സൈറ്റ്മെന്റിൽ ഓടുന്ന സമയത്ത് വീഴാൻ പോയി. അപ്പോൾ ഒരാൾ സ്വാഭാവികമായും ആ ഒരു ആക്ഷൻ എന്താണെന്നായിരിക്കും, അടുത്തുള്ള ആളെ പിടിക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെ പിടിച്ചതിന് ശേഷം ഒനിയിൽ സോറിയും പറയുന്നുണ്ട്. അതവിടെ തീർന്നു. പിന്നെയും മസ്താനി അത് എടുത്തു വെച്ചത് എന്തിനാണെന്ന് മനസ്സിലാവും. ചിലപ്പോൾ ഫ്രണ്ട്സ് എന്ന രീതിയിൽ ലക്ഷ്മിയോട് പറഞ്ഞതായിരിക്കാം. ലക്ഷ്മി അത് കയറി വലിയൊരു വാക്തർക്കത്തിലേക്ക് അത് പോവുകയാണ്. ഒനിയിലിന് വിഷമം വരുന്നുണ്ട്. ഇങ്ങനെ ഒരു മനസ്സാവാച അറിയാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറ്റവാളിയാക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കരമായ അവസ്ഥയാണ്. അപ്പൊ ലക്ഷ്മി അതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, ബസ്സിൽ പോലും കയറുമ്പോൾ ഞാൻ 50 സെന്റിമീറ്റർ മാറിയേ നിൽക്കാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ വാദം ഒരാൾ പറയുന്നുണ്ട്. മസ്താനി അപ്പം ഒനിയിൽ ചെയ്ത കാര്യം ഇന്റൻഷനോടെ അല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് മറ്റുള്ളവരൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ. പക്ഷേ മസ്താനിയും ലക്ഷ്മിയും അവിടുത്തെ വിഷം പരത്തുന്ന ജീവികളാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രയും മോശമായിട്ടാണ് അവർ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പേഴ്സണൽ കാര്യം എടുത്ത ആദില നൂറയുടെ പേഴ്സണൽ കാര്യം എടുക്കുന്നുണ്ട്, അനീഷിന്റെ പേഴ്സണൽ കാര്യം എടുക്കുന്നുണ്ട്, ജിഷിന്റെ പേഴ്സണൽ, ഇതൊക്കെ എടുത്തു വെച്ച് സംസാരിക്കുന്ന ആളുകളായിട്ടാണ് ഈ ലക്ഷ്മിയെയും മസ്താനിയെയും തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയാ. അപ്പൊ ഇനി കാര്യത്തിലോട്ട് കിടക്കാം. അതായത് ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടുള്ളത് 13 പേരാണ്. നമുക്ക് ആദ്യം അവരുടെ ലിസ്റ്റ് ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത് എന്ന് നോക്കാം. അനുമോൾ, അനീഷ്, ബിന്നി, മസ്താനി, ലക്ഷ്മി, നെവിൻ, അഭിലാഷ്, അക്ബർ, ആദില, പ്രവീൺ, റെന, ആര്യൻ, സാബുമാൻ. ഇത്രയും പേരാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആരായിരിക്കും ഈ ആഴ്ച പുറത്തു പോകുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ അനുമോൾക്ക് നല്ല വോട്ടുണ്ട്. അനുമോൾ ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫാൻ ബേസ് അനുമോൾക്ക് അത്രയുണ്ട്. ആ ഫാൻസൊക്കെ അനുമോൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനുമോൾ വോട്ടിങ്ങിൽ 1ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. 2ാം സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു സംശയവുമില്ലാതെ തന്നെ പറയാം അനീഷാണ്. അനീഷിനും അത്യാവശ്യം ഈ ബിഗ് ബോസ് വോട്ടിംഗ് തുടങ്ങിയ സമയം തൊട്ടേ അനുമോൾ, ഷാനവാസ്, അനീഷ് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്രാവശ്യം ഷാനവാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ 2ാം സ്ഥാനം അനീഷ് കൈയടക്കിയിട്ടുണ്ട്. 3ാം സ്ഥാനത്തേക്ക് ആദില വന്നിരിക്കുകയാണ്. ആദില നൂറ പ്രശ്നം ഇങ്ങനെ കത്തിക്കയറി കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും 3ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ആദിലയാണ്. പിന്നെ 4ാം സ്ഥാനത്ത് അക്ബറാണ്. അക്ബർ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് തന്നെ അക്ബറിന് അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അക്ബറാണ് 4ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. 5ാം സ്ഥാനത്തേക്ക് നമ്മുടെ ആര്യൻ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആര്യൻ 5ാം സ്ഥാനത്ത് എത്തിയതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. കാരണം ആര്യന് കുറച്ച് ഹേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ തവണത്തെ ജിസേൽ ആര്യൻ പ്രശ്നം അനുമോളുമായിട്ടുള്ള പ്രശ്നമായിരിക്കാം. അതങ്ങനെ സോൾവ് ചെയ്യാതെ നിരപരാധിയാണ് ആര്യൻ എന്ന് കുറച്ചു പേരെങ്കിലും മനസ്സിലാക്കിയിട്ടായിരിക്കണം ആര്യന് വോട്ട് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആര്യൻ 5ാം സ്ഥാനത്തുണ്ട്. 6ാം സ്ഥാനത്തുള്ളത് നെവിനാണ്. നെവിൻ തമാശകളും കാര്യങ്ങളൊക്കെ കാണിച്ച് കണ്ടന്റ് കുറഞ്ഞത് കൊണ്ടായിരിക്കാം 6ാം സ്ഥാനത്തേക്ക് നെവിൻ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. 7ാം സ്ഥാനത്ത് ബിന്നി വന്നിട്ടുണ്ട്. ബിന്നി ഏറ്റവും ലാസ്റ്റ് നിൽക്കേണ്ട ആളായിരുന്നു. ബിന്നി, ആര്യൻ പോലുള്ളവരൊക്കെ 7ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. 8ാം സ്ഥാനത്തേക്ക് അഭിലാഷ് വന്നിരിക്കുകയാണ്. അഭിലാഷിന്റെ കണ്ടന്റ് ഇപ്പൊ നെഗറ്റീവായി മാറുന്നത് പോലെ അക്ബറിന്റെയും ഒനിലിന്റെ ഒക്കെ കൂട്ടുപിടിക്കുന്നുണ്ട്. അതിലൂടെ വേറൊരു നെഗറ്റീവ് കണ്ടന്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ 8ാം സ്ഥാനത്ത് അഭിലാഷാണ് വന്നിട്ടുള്ളത്. 9ാം സ്ഥാനത്തേക്ക് ലക്ഷ്മി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ലക്ഷ്മി 9ാം സ്ഥാനത്തൊന്നും ലൈവ് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ 13ാം സ്ഥാനത്തേക്കാണ് എത്താനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ലക്ഷ്മി 9ാം സ്ഥാനത്തേക്കാണ് വന്നിട്ടുള്ളത്. 10ാം സ്ഥാനത്ത് റെന ഫാത്തിമയാണ്. റെന ഫാത്തിമ ആദ്യം തൊട്ടുള്ള കണ്ടസ്റ്റന്റ് ആണെങ്കിലും റെന ഫാത്തിമയ്ക്ക് അധികം ഫാൻ ബേസ് പിടിച്ചെടുക്കാനോ ആരെയും ഇഷ്ടം പിടിച്ചു പറ്റാനോ പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റെന ഫാത്തിമയ്ക്ക് ഒരു പ്രത്യേക ക്യാരക്ടർ, അതായത് ഒരാൾ ഇഷ്ടപ്പെടേണ്ട ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ 10ാം സ്ഥാനത്തുള്ളത് റെന ഫാത്തിമയാണ്. 11ാം സ്ഥാനത്ത് മസ്താനിയാണുള്ളത്. മസ്താനിയും അവിടെ ഒരു നെഗറ്റീവ് പ്ലേ ആണ് ചെയ്യുന്നത്. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വിഷമായിട്ട് നമുക്ക് തോന്നുന്ന ലക്ഷ്മിയും മസ്താനിയും തന്നെയാണ്. അപ്പോൾ മസ്താനി 11ാം സ്ഥാനത്തേക്കാണ് വന്നിട്ട്.
12ാം സ്ഥാനത്ത് നമ്മുടെ പ്രവീണാണ്. പ്രവീൺ ആക്ച്വലി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഫാൻ ബേസ് കയറുന്നില്ല പ്രവീൺ എന്താണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പ്രവീണിന്റെ ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ പ്രവീണിന്റെ ഒരു പ്രസൻസ് അവിടെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റും പ്രവീൺ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 12ാം സ്ഥാനത്താണ് പ്രവീൺ ഉള്ളത്. അടുത്ത 13ാം സ്ഥാനത്തുള്ളത് സാബു മാൻ ആണ്. സാബു മാന്റെ ചിരി മാത്രമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നും സംസാരിക്കുന്നതായിട്ടോ എന്തെങ്കിലും ഒരു കണ്ടന്റിൽ കയറി ഇടപെടുന്നതായിട്ടോ നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് നോമിനേഷൻ വോട്ടിംഗ് റിസൾട്ട് വന്നിട്ടുള്ളത്. ഇതിൽ നിന്നും എന്തായാലും 2 പേരെങ്കിലും പുറത്തു പോകുമെന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നത് ലക്ഷ്മി മസ്താനി നെഗറ്റീവായിട്ട് വന്നിട്ടുള്ള സ്ഥിതിക്ക് ലക്ഷ്മിയെ ഉറപ്പായിട്ടും റെഡ് കാർഡ് തൊട്ട് ഔട്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ മറ്റൊരാൾ കൂടെ പുറത്താവാൻ ചാൻസ് ഉള്ള ഒരു 3 പേരെടുക്കുകയാണെങ്കിൽ ലക്ഷ്മി, മസ്താനി, സാബുമാൻ എന്നിവരാണ് പുറത്തു പോകാൻ ചാൻസ്. പ്രവീൺ, റെന ഫാത്തിമയ്ക്കും ഒരു ചാൻസ് ഉണ്ട്. അപ്പം ഇവരിൽ ആരെങ്കിലും ആയിരിക്കും പുറത്തു പോകുന്നുണ്ടാവുക. എന്തായാലും മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.